Hi everyone, this is Rinsi from Groww Malayalam channel. അപ്പോൾ 2022 ഏകദേശം അവസാനിക്കാനായി. സോ ഈ ഒരു ഇയർ എൻഡ് ടൈമിൽ ഗ്രോ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പം ഇന്ന് നമ്മൾ ഈ വർഷത്തെ ഹയസ്റ്റ് റിട്ടേൺ നൽകിയിട്ടുള്ള ടോപ്പ് 5 ലാർജ് ക്യാപ് ഫണ്ടുകളാണ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് 5 ഇയേഴ്സിലെ അവരുടെ പെർഫോമൻസും. സോ ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് എന്താണ് ഈ ലാർജ് ക്യാപ് ഫണ്ട് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അവരുടെ ബെഞ്ച് മാർക്ക്, റിസ്ക്, അതുപോലെ തന്നെ ആരൊക്കെയാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മറക്കണ്ട. അതുപോലെ നമ്മുടെ ഇൻസ്റ്റഗ്രാം അതുപോലെ FB ഹാൻഡിൽസും കൂടി നിങ്ങൾ ഫോളോ ചെയ്യാം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഫസ്റ്റ് നമുക്ക് എന്താണ് ലാർജ് ക്യാപ് ഫണ്ട്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ലാർജ് ക്യാപ് ഫണ്ട്സിൽ നമ്മൾ മെയിൻലി വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനികളിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് നല്ല റെപ്യൂട്ടേഷൻ ഉള്ള കമ്പനികളായിരിക്കും, അതുപോലെ തന്നെ നല്ല പ്രോഫിറ്റ് ട്രാക്ക് റെക്കോർഡും പെർഫോമൻസ് ഒക്കെ ഉള്ള കമ്പനീസ് ആയിരിക്കും. അപ്പോൾ സെബിയുടെ റൂൾ പ്രകാരം ഈ ലാർജ് ക്യാപ് ഫണ്ട്സിൽ മിനിമം 80% ലാർജ് ക്യാപ് കമ്പനികളുടെ ഇക്വിറ്റി, അതുപോലെ തന്നെ ഇക്വിറ്റി ഇൻസ്ട്രുമെന്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ എന്താണ് ലാർജ് ക്യാപ് കമ്പനീസ് എന്നുള്ളത് അറിയണ്ടേ. അപ്പോൾ ലാർജ് ക്യാപ് കമ്പനീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ടേംസിൽ 1 to 100 വരെ റാങ്കിങ് ഉള്ള കമ്പനീസാണ്. ഇനിയിപ്പോൾ കുറച്ച് ലാർജ് ക്യാപ് കമ്പനീസിന് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം TCS, ഇൻഫോസിസ്, ബ്രിട്ടാനിയ, ITC ഒക്കെയാണ്. സോ നമ്മുടെ ലാർജ് ക്യാപ് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 20,000 കോടി അല്ലെങ്കിൽ അതിന് മുകളിലായിരിക്കും. ഇനി ആരാണ് ഈ ലാർജ് ക്യാപ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ലാർജ് ക്യാപ് ഫണ്ട്സിൽ നമ്മൾ പറഞ്ഞല്ലോ, അതായത് നമ്മൾ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനികളിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു മിഡ് ക്യാപ് അല്ലെങ്കിൽ ഇപ്പോൾ സ്മോൾ ക്യാപ് കമ്പനികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിലെ വോളറ്റിലിറ്റി ഒക്കെ ഇവർക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ നിങ്ങളിപ്പോൾ ഓവർ ദ ടൈം ഒരു സ്റ്റഡി വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ലാർജ് ക്യാപ് ഫണ്ട്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഈ ഒരു ഫണ്ട് നിങ്ങളുടെ കോർ പോർട്ട്ഫോളിയോയുടെ പാർട്ടാണ് ദാൻ സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോ. കോർ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ഓവറോൾ പോർട്ട്ഫോളിയോയുടെ അറൌണ്ട് 75 to 80% ആണ്. അത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയ്ക്ക് ഒരു സ്റ്റെബിലിറ്റി നൽകും. സ്റ്റോക്ക് മാർക്കറ്റ് കയറുന്ന ടൈമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ലാർജ് ക്യാപ് ഫണ്ട്സ് ഇപ്പോൾ ഈ മിഡ് ക്യാപ് അതുപോലത്തെ സ്മോൾ ക്യാപ് ഫണ്ടിൻ്റെ അത്രയും ഒരു പെർഫോമൻസ് തരില്ല. സോ ലോങ് ഇൻവെസ്റ്റ്മെന്റ് ഹൊറിസോൺ ഉള്ളവർക്കാണ് ഈ ലാർജ് ക്യാപ് ഫണ്ട്സ് ബെസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ലാർജ് ക്യാപ് കമ്പനികളുടെ ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്സിലേക്കാണ് കൂടുതൽ ഹോൾഡിങ്സ് ഉള്ളത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസിലേക്കൊക്കെ എക്സ്പോസ്ഡ് ആണ്, അതായത് മാർക്കറ്റ് റിസ്ക് ഇവിടെ ഇൻവോൾവ് ആണ്. സോ ഒരു ലോ റിസ്ക് പ്രൊഫൈൽ ഉള്ളവരാണെങ്കിൽ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിരിക്കില്ല. ഇനി നമ്മുടെ ലാർജ് ക്യാപ് ഫണ്ടിന്റെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് വരുന്നത് നിഫ്റ്റി 100 TRI, അതുപോലെ തന്നെ S&P BSE 100 TRI ആണ്. ഇനി നമുക്ക് അടുത്തത് റിസ്കോമീറ്ററെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ലാർജ് ക്യാപ്പിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ എത്രത്തോളം റിസ്ക് ഇൻവോൾവ് ആണ് എന്നൊരു ഐഡിയ തരുന്നതാണ് ഈ റിസ്കോമീറ്റർ എന്നുള്ളത്. ഇപ്പോൾ നമ്മളിവിടെ ഒരു എക്സാമ്പിൾ നമ്മൾ കാണിക്കാം. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൽ ഏതൊക്കെ ഇൻവെസ്റ്റേഴ്സിനാണ് സ്യൂട്ടബിൾ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലോങ് ടേമിലേക്ക് ഒരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ലാർജ് ക്യാപ് കമ്പനികളുടെ ഇക്വിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സ്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് വെരി ഹൈ റിസ്കിലായിരിക്കും ഉണ്ടാകുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് ഷാർപ്പ് റേഷ്യോ. അപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിന്റെ പൊട്ടൻഷ്യൽ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് കാണിക്കുന്ന റേഷ്യോ ആണ് ഷാർപ്പ് റേഷ്യോ. അപ്പോൾ ഷാർപ്പ് റേഷ്യോയുടെ ഫോർമുല വരുന്ന ഇതാണ്: റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് മൈനസ് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഷാർപ്പ് റേഷ്യോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ യൂസ് ചെയ്തിട്ടാണ് ഒരു മ്യൂച്വൽ ഫണ്ട് റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് മെഷർ ചെയ്യുന്നത്. ഇപ്പം ഒരു ഫണ്ടിന്റെ ഷാർപ്പ് റേഷ്യോ കൂടുതലാണെങ്കിൽ ആ ഒരു ഫണ്ടിൽ നമ്മൾ എടുക്കുന്ന റിസ്കിനെ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആയിരിക്കും അവിടുത്തെ റിട്ടേൺസ്. അപ്പോൾ ഷാർപ്പ് റേഷ്യോ യൂസ് ചെയ്യുവാണെങ്കിൽ എല്ലാ കാറ്റഗറിയിലുള്ള ഫണ്ട്സിൻ്റെയും റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് നമുക്ക് മെഷർ ചെയ്യാനും പറ്റും. പക്ഷേ ഒരു മ്യൂച്വൽ ഫണ്ട് ഷാർപ്പ് റേഷ്യോ മാത്രം നോക്കിയിട്ട് ഇപ്പോൾ ആ ഒരു ഫണ്ട് നല്ലതാണോ അല്ലെങ്കിൽ മോശമാണോ എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ പല കാറ്റഗറിയിലുള്ള മ്യൂച്വൽ ഫണ്ട്സിനെ കമ്പയർ ചെയ്യാനുള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് ഈ ഷാർപ്പ് റേഷ്യോ. സോ ഇനി നമുക്ക് ഈ ഒരു വർഷത്തെ ടോപ്പ് 5 ലാർജ് ക്യാപ് ഫണ്ടുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ 5 ഫണ്ട്സാണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. അതിൽ 5th റാങ്കിങ് പൊസിഷനുള്ള ഫണ്ടാണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത്. അപ്പോൾ നമ്മുടെ 5th ഫണ്ട് വരുന്നത് ബറോഡ BNP പരിബാസ് ലാർജ് ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് ആണ്. ഈ ഒരു ഫണ്ടിന്റെ ഇയർ ടു ഡേറ്റ് റിട്ടേൺസ് വന്നിരിക്കുന്നത് 9.4%, 5 ഇയർ റിട്ടേൺസ് 13.62%, ഷാർപ്പ് റേഷ്യോ 0.54. ഇനി നമ്മുടെ 4th റാങ്കിങ് പൊസിഷനുള്ള ഫണ്ട് ICICI പ്രൂഡൻഷ്യൽ ബ്ലൂ ചിപ്പ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത്. അപ്പോൾ ഈ ഒരു ഫണ്ടിന്റെ ഇയർ ടു ഡേറ്റ് റിട്ടേൺസ് 9.48%, 5 ഇയർ റിട്ടേൺസ് 12.95%, ഷാർപ്പ് റേഷ്യോ 0.6. ഇനി നമ്മുടെ 3rd റാങ്കിങ് പൊസിഷനുള്ള ഫണ്ട് ടോറസ് ലാർജ് ക്യാപ് ഇക്വിറ്റി ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് ആണ്. അപ്പോൾ ഈ ഒരു ഫണ്ടിന്റെ ഇയർ ടു ഡേറ്റ് റിട്ടേൺസ് 10.49%, 5 ഇയർ റിട്ടേൺസ് 8.9%, ഷാർപ്പ് റേഷ്യോ 0.41.
ഇനി നമ്മുടെ സെക്കൻഡ് റാങ്കിങ് പൊസിഷനുള്ള ഇന്നത്തെ ഫണ്ട് HDFC ടോപ്പ് 100 ഫണ്ട് ഡയറക്ട് പ്ലാൻ ഗ്രോത്ത്. അപ്പോൾ ഈ ഒരു ഫണ്ടിന്റെ ഇയർ ടു ഡേറ്റ് റിട്ടേൺസ് 13.50%, 5 ഇയർ റിട്ടേൺസ് 11.75%, ഷാർപ്പ് റേഷ്യോ 0.50. ഇനി നമ്മുടെ ഫസ്റ്റ് റാങ്കിങ് പൊസിഷനുള്ള ഇന്നത്തെ നമ്മുടെ ഫണ്ട് നിപ്പോൺ ഇന്ത്യ ലാർജ് ക്യാപ് ഫണ്ട് ഡയറക്ട് പ്ലാൻ ഗ്രോത്ത്. അപ്പോൾ ഈ ഒരു ഫണ്ടിന്റെ ഇയർ ടു ഡേറ്റ് റിട്ടേൺസ് 14.90%, 5 ഇയർ റിട്ടേൺസ് 12.69%, ഷാർപ്പ് റേഷ്യോ 0.56. സോ ഇതാണ് 2022 ഏറ്റവും കൂടുതൽ റിട്ടേൺസ് നൽകിയിട്ടുള്ള ടോപ്പ് 5 ലാർജ് ക്യാപ് ഫണ്ടുകൾ. അപ്പം ഇതിൽ ഏതെങ്കിലും ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് ഇതുപോലുള്ള യൂസ്ഫുൾ കോണ്ടന്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ഹാപ്പി ഇൻവെസ്റ്റിംഗ്. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.